ഓരോ വട്ടം എടുക്കുമ്പോൾ കളർ മാറുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ തന്നെ ദാ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കോഴിക്കോട്ട് പോയി നിൽക്കുവാണ് കേട്ടോ. ആസ്പെൻ കോട്ടയാടിൽ വെച്ചിട്ടായിരുന്നു WCCയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് ഒരുപാട് സെലിബ്രിറ്റികളെ കാണാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ ഞാൻ ആരെയൊക്കെയാണ് കണ്ടത്, അവിടുത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ എന്നൊക്കെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതായിരുന്നു കേട്ടോ എൻട്രി. ഇതാ ഇവിടെ നിന്ന് കയറി വന്നതിന് ശേഷം അത് ഒരുപാട് ബോർഡുകൾ ഇരിപ്പുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ അവിടെയൊക്കെ എന്താ പറയുക ടോപ്പായിട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ ബോർഡുകൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഫ്ലെക്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഒരു വശത്തേക്കാണ് കേട്ടോ നമ്മൾ നടന്ന് നീങ്ങേണ്ടത്. ഇതാ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ WCCയുടെയൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന് സൗകര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സൈഡിലായിട്ട് നമ്മൾ QR ഇതുപോലെ സ്കാൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതാ ഇതുപോലുള്ള ടാഗുകൾ കിട്ടും. അപ്പോൾ കയ്യിൽ നമ്മൾ ഇതുപോലെ അണിഞ്ഞ് വേണം അകത്തേക്ക് കയറാൻ. ഇത് കയ്യിലിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല. അകത്തേക്ക് ഞാൻ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇതാ ഇതുപോലെ വെൽക്കം ഡ്രിങ്കും പിന്നെ അതുപോലെ കുറേ സ്നാക്സുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആ സ്നാക്സിന് അങ്ങോട്ടേ പോയില്ല, കാരണം ഇത് കഴിച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഫോക്കസ് ഫുള്ള് ഫുഡിലേക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു മാതള ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. അത് പ്യുവർ മാതളമായിരുന്നു കേട്ടോ, അനാർ മാത്രമുള്ള ജ്യൂസായിരുന്നു. അപ്പോൾ അത് കുടിച്ചു കേട്ടോ. അത് കുടിച്ചതിന് ശേഷം ഞാൻ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഞാനിങ്ങനെ കയറുകയാണ്. അപ്പോഴത്തേക്ക് ചെക്കിങ് കണ്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു ടാഗ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് കയറ്റുള്ളൂ കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരുപാട് സീറ്റുള്ള ആളുകളുടെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. എങ്കിലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് കേട്ടോ. ഇതുപോലൊരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. അതായത് ഒരുപാട് ആൾക്കാർ ഇതിനുള്ളിലുണ്ട്. പക്ഷേ എനിക്കൊരു സീറ്റ് തന്നിട്ടുണ്ടായിരുന്നു, അവിടെ മാത്രമേ ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് കേട്ടോ ഇവർ. ഞാൻ അപ്പോൾ പരിചയപ്പെടുന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും നിങ്ങൾ വെളിയിൽ നിന്ന് ഒരാൾ കണ്ടാൽ പറയേയില്ല, കാരണം അത്ര കമ്പനിയായിരുന്നു കേട്ടോ അവർ. അങ്ങനെ അവിടെ സ്റ്റേജിൽ അപ്പോഴും ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അവാർഡ് കൊടുക്കൽ തുടങ്ങി കേട്ടോ. ഓരോരുത്തരെയൊക്കെ വിളിച്ചിട്ട് അവരെ ആദരിച്ചതിന് ശേഷം പിന്നെ അവാർഡ് ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളുടെ ഊഴം ഞാൻ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു, എപ്പോഴായിരിക്കും വിളിക്കാന്നൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടെയുള്ള ആളുകളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം സീറ്റ് ഫുള്ളായിട്ടുണ്ട്. ഫുള്ള് സീറ്റ് കവർ ചെയ്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സൊക്കെ അപ്പുറത്തെ വശത്താട്ടോ ഇരിക്കുന്നത്, അതുകൊണ്ട് അവരെയൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞാൻ ഇപ്പുറത്തെ വശത്ത് നമ്മൾ രണ്ട് ദിക്കിലായിട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോയി ലാസ്റ്റ് അത് അവർ വന്ന് എൻ്റെ ബേക്കിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളതാ ഇവിടെ അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുചേരുകയാണ്, സുഹൃത്തുക്കളെ വീണ്ടും ഒത്തുചേരുകയാണ്. അപ്പോഴത്തേക്ക് ഇതാ കണ്ടോ അവാർഡ് ഫംഗ്ഷൻ തുടങ്ങി, കുറേ പേർക്കൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരിടത്ത് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. എപ്പോഴാണ് പേര് വിളിക്കുന്നതെന്നൊന്നും അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഒരിടത്ത് കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാ ഇത്രയും ആളുകളാട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു കസേര ഒന്നുപോലും വിട്ടില്ലാതെ എല്ലാം ഫില്ലായിട്ടിരിക്കണം. ഈ ഇത്തായി ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്നെ തോണ്ടി വിളിച്ചില്ലായിരുന്നു, ഇത്തായി മിസ്സായേനെ. ഇതെന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫാൻസ് ആട്ടോ. പിന്നെ ഇതാ സാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ചട ഇതാണ് കേട്ടോ, ഷാനുബായും നജ്ലായുമാണ് നിൽക്കുന്നത്. ഇത് സൗറ കേട്ടോ. അങ്ങനെ സൗറ നമ്മളെല്ലാവരും കുറേ നേരം നിന്ന് സംസാരിക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഗ്യാങ്. നമ്മളെല്ലാവരും കൂടി നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് തൊട്ടടുത്ത് ഈ ചേച്ചി നിൽക്കുന്ന കേട്ടോ. ഞാൻ ഈ ചേച്ചിയുടെ ലൈവ് വീഡിയോ ഒക്കെ കാണാറുണ്ട്. അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്തു. ഈ ഇവിടെ ഞാൻ മിസ്സായി പോയത് കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് ഒന്ന് വേഗം വന്ന് വീഡിയോ എടുക്കാൻ രാവിലെ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ മുത്തുമണിയെ കണ്ട കേട്ടോ. പിന്നെ സെബാൻ്റെ അടുക്ക പോയിരുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് സൊറയൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കമ്പനി കേട്ടോ സെബാൻ വന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ചേച്ചി എനിക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ചേച്ചിയാണ്. നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴാട്ടോ ഞങ്ങൾക്ക് സാധിച്ചത്. പിന്നെ ഫുഡ് ഞങ്ങൾ ഫുഡിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി കേട്ടോ. പക്ഷെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല, നമ്മളെ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് ക്യൂലൊക്കെ നിന്നിട്ട് ബൊഫേ സിസ്റ്റം ആയിരുന്നു. നമ്മൾ ബൊഫേയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു. എന്തൊക്കെ ഐറ്റംസാണ് ഉണ്ടായിരുന്നതെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല കേട്ടോ. പ്ലേറ്റ് നിറയെ കുറേ സാധന സാമഗ്രികളായിരുന്നു. ഞാൻ ക്യൂവിൽ നിന്നപ്പോൾ ഇതാട്ടോ ഇവളും കൂടി വന്നത്. ഇവളെയും എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അറിയാവുന്നതാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂട്ടുകാരാട്ടോ. പക്ഷെ നേരിൽ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഈ പ്ലേറ്റ് നിറയെ ഇരിക്കുന്ന സംഭവ സാമഗ്രികളുണ്ടോ, ചിക്കനും ബീഫും എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈത്തപ്പഴ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് കണ്ട് തന്നെ നിറഞ്ഞു കേട്ടോ. ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചത്.
ഒരുപാട് മിണ്ടാനൊന്നും പറ്റിയില്ല. ഫുഡ് കഴിച്ചിട്ട് വന്നിരുന്നിട്ടാട്ടോ ഹനിയടുത്തൊക്കെ മിണ്ടുന്നത്. റാഹത്തും ഹനിയായും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വീഡിയോയിൽ അവളെ പേര് തെറ്റിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കിടന്ന് ചിരിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മോൻ്റെ നിർബന്ധപ്രകാരം കേട്ടോ ഇവരുടെ കൂടെ പോയി ഞാൻ വീഡിയോ എടുത്ത മോൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മുടെ മൈന ഉണ്ടായിരുന്നു കേട്ടോ. മൈന നല്ല കമ്പനിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കൂടെയാണ് ഞാൻ ഡാൻസ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ഇൻസ്റ്റയിൽ തപ്പിയാൽ കാണാൻ കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ ഞാനും ഇവനും കൂടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ ചെന്നിട്ടാട്ടോ കാണുന്നത്. പിന്നെ നമ്മളെല്ലാ ഗ്രൂപ്പായിട്ട് നിന്നിട്ടൊരു വീഡിയോയും കൂടിയിട്ട് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പാട്ടും അതും ഇതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഇതാണ് കേട്ടോ ഡാൻസിൻ്റെ ചെറിയൊരു വീഡിയോ. ഇത് പറയേണ്ട കാര്യം ആർക്കും ഒരു ജാടേ ഇല്ലായിരുന്നു. അത് മാത്രമല്ല ഫസ്റ്റ് ടൈം കാണാണെന്ന് തോന്നത്തില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല രീതിക്ക് മിണ്ടുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ജാടയൊക്കെ ഇട്ടിരുന്നെങ്കിൽ ഞാനും ജാടയിട്ട് അങ്ങോട്ടൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷെ എല്ലാവരും നന്നായി മിണ്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോസ് കാണാറുണ്ടെന്നും അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഈ മോൻ്റെ കൂടെ എനിക്ക് വീഡിയോ എടുത്ത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ഉമ്മ ഉണ്ടല്ലോ എൻ്റെ ഫോളോവറാട്ടോ. എൻ്റെ അടുത്ത് പറയുവാണ് ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്, സാധനങ്ങൾ മേടിക്കാറുണ്ടെന്ന് ഭയങ്കര സന്തോഷം തോന്നി. ഇത് അവിടെ വെച്ച് കണ്ടതാട്ടോ. ഇവർ കാറ്ററിങ്ങിന് വന്നവരാണ്. പക്ഷെ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. നല്ല മിണ്ടതാ. എൻ്റെ ഉമ്മ എന്നെ മിണ്ടുന്നുണ്ടല്ലോ, നല്ല കൂട്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിൻ്റെ സമയം ഒരു 7 മണിയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി. പക്ഷെ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫോളോവർ കുട്ടിയെ കണ്ടു കേട്ടോ. അപ്പോൾ ആ കുട്ടിയെ സെൽഫി എടുത്തു. പിന്നെ ഞാനും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പം നിങ്ങൾ അത് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാം ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.